നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ TKS പുരത്തുള്ള തൃക്കുലശേഖരപുരം അമ്പലത്തിലാണ്. ഈ അമ്പലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ വിഷ്ണു ക്ഷേത്രമാണ് ഈ TKS പുരം അമ്പലം വരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് ഇത് വരുന്നത്. കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ഇതുള്ളത്. TKS പുരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. പുതുതായി പണി കഴിക്കപ്പെടുന്ന NH 66 തൊട്ടടുത്താണ്. കോട്ടപ്പുറം സിഗ്നൽ കഴിഞ്ഞ് ഇടതുവശത്തുള്ള, അതായത് പടിഞ്ഞാറുള്ള സർവീസ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇത് കാണാവുന്നതാണ്. അമ്പലത്തിനോട് ചേർന്നൊരു ഊട്ടുപുരമൊക്കെ ഉണ്ട്. പൂന്താനം ഊട്ടുപുര എന്നാണ് പേര്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ആദ്യമേ പറയാം, ഈ വിഷ്വലിലെല്ലാം കടപ്പാടുണ്ട്, നമ്മുടെ മാത്രം വിഷ്വലല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. വിശാലമായൊരു കോമ്പൗണ്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ക്ഷേത്രം ആണ് ഇതെന്നാണ് വിശ്വാസം വരുന്നത്. വിഷ്ണു ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വിവാഹിതനായ ശ്രീകൃഷ്ണനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ പരമശിവൻ, ഗണപതി, മഹാലക്ഷ്മി, അങ്ങനെ കുറച്ച് പ്രതിഷ്ഠ കൂടി ഈ അമ്പലത്തിൽ തന്നെ ഉണ്ട്. എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, പറഞ്ഞുതരാൻ. ഇത് നിർമ്മിക്കപ്പെട്ടത് AD 800 ശേഷം, ഏകദേശം AD 1000 മുൻപ്. ഈ 200 വർഷങ്ങൾക്കിടയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. മാത്രമല്ല, ചേര ചക്രവർത്തിയായിരുന്ന കുലശേഖര ആഴ്വാറാണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ വലിയൊരു വിഷ്ണു ഭക്തനായിരുന്നു. സാധാരണ കുലശേഖര ഈ വംശത്തിൽപ്പെട്ട ചേര രാജാക്കന്മാരുടെ വംശത്തിൽ ശിവഭക്തന്മാരാണ് കൂടുതൽ. അപ്പോൾ ഇദ്ദേഹം പക്ഷേ വിഷ്ണു ഭക്തനായിരുന്നു. അന്ന് 2 മതങ്ങളാണ് ഉണ്ടായിരുന്നത്, ശൈവ മതവും വൈഷ്ണവ മതവും. അപ്പോൾ അതിൽ ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തത് വൈഷ്ണവ രീതിക്കാണ്. അങ്ങനെ ഇദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തുടർന്ന് വന്ന ചേര ചക്രവർത്തിമാർ ശൈവ രീതി പിന്തുടർന്നതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനേക്കാളും പ്രത്യേകത അത്, അല്ലെങ്കിൽ അതിനു മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ട ഒരു അമ്പലമാണ് ഇത്. ഈ അമ്പലത്തിൽ നമ്മൾ ചെല്ലണ ദിവസം ഉത്സവം കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ മേടമാസത്തിൽ വിഷു ദിവസമാണ് കൊടിയേറ്റം. പക്ഷേ ഈ അമ്പലത്തിന് കൊടിമരമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡും നാട്ടുകാരും എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊടിമരം സ്ഥാപിക്കാനുള്ളൊരു നടപടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ. ഇപ്പോൾ വിശേഷങ്ങളൊക്കെ വരുമല്ലോ, വിശേഷ ദിവസം. അതുമാത്രമല്ല, കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച എന്ന് പറയും. അതായത് ഇവർ ഈ രാജഭരണം ഏറ്റെടുക്കുന്നതൊക്കെ ഈ അമ്പലത്തിൽ വച്ചിട്ടാണ്. അതും ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്, ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഈ കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ലേ, നമ്മൾ ആ കോമ്പൗണ്ട് കടന്നു വരുന്നൊരു സീൻ, ആ കോമ്പൗണ്ടിൽ തന്നെ ഇടതുഭാഗത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ചാണ് ഇവിടെ അധികാരം ഏറ്റെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാർ കൊടുങ്ങല്ലൂർ അധികാരം ഏറ്റെടുക്കുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ഇപ്പോഴും കൊടുങ്ങല്ലൂർ സ്വദേശികൾ ഈ കൊടുങ്ങല്ലൂർ രാജഭരണമല്ല, ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ ഭരണമാണ്. എന്നിരുന്നാലും നമുക്കൊരു പ്രത്യേക ഒരു ബഹുമാനമാണ് കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരോടുള്ളത്. മാത്രമല്ല, കൊടുങ്ങല്ലൂർ ചേരമാമ്പള്ളിയിൽ തന്നെ എന്ത് വിശേഷ കാര്യങ്ങൾ നടന്നാലും കൊടുങ്ങല്ലൂർ തമ്പുരാൻ അവിടെ ഉണ്ടാവും. അദ്ദേഹം പ്രധാന അതിഥിയായിട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ തമ്പുരാനാണ്. പള്ളി കമ്മിറ്റിക്കാർ ക്ഷണിക്കാറ്. അങ്ങനെ മതമൈത്രിയുടെ ഒരു ഈറ്റിലമായ കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ഈ കേരളത്തിലെന്ന് പറയുമ്പോൾ ഒരു തെക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ ഫസ്റ്റ് വന്ന വിഷ്ണു ക്ഷേത്രം. ഇപ്പോൾ തമിഴ്നാടിൻ്റെ നോക്കണേ കോയമ്പത്തൂർ, മധുര ഇപ്പുറോട്ടോ ഇങ്ങോട്ട് പടിഞ്ഞാട്ട് വരുള്ളൂ, അങ്ങോട്ട് പോവില്ല, കിഴക്കോട്ട് പോവില്ല. കിഴക്കോട്ടൊക്കെ അതിന് മുമ്പേ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. ഇതിൻ്റെ ചരിത്രം വരുന്നതെന്ന് വെച്ചാൽ, കുലശേഖര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഈ കുലശേഖര ആഴ്വാർ. അദ്ദേഹം നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നിർമ്മിച്ചു പരിപാലിച്ച ക്ഷേത്രമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം മാത്രം വൈഷ്ണവ മതത്തിൻ്റെ ഒരു അനുയായി ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാവരും ശൈവമതം ഇതായി പോന്നു. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രാധാന്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് ലഭിക്കുകയുണ്ടായി. എന്നിരുന്നാൽ പോലും ഇത് സംരക്ഷിക്കപ്പെട്ടിരുന്നു. വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിഗ്രഹം
അറബിക്കടലിൽ നിന്നും ലഭിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അറബിക്കടലിൽ നിന്നും ലഭിച്ച വിഗ്രഹം അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിച്ചു, ക്ഷേത്രം പണിതു പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത്. മാത്രമല്ല അദ്ദേഹമാണ് മുകുന്ദമാല, പ്രസിദ്ധ കാവ്യമാണ് മുകുന്ദമാല. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം മുകുന്ദമാല രചിച്ചത് ഇവിടെ വെച്ചിട്ടാണ്, ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മുകുന്ദമാല രചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശേഷം വന്ന രാജാക്കന്മാർ ഇവിടെ അധികാരം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഏറ്റെടുത്തിരുന്നെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിനാണ്. ഈ രണ്ട് സ്ഥലവും തമ്മിൽ ഈ ഹൈവേ ഇപ്പോൾ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ പേരിലാണ്. ഇല്ലെങ്കിൽ 2 കിലോമീറ്റർ പോലും ദൂരമില്ല, നമുക്ക് നടക്കാവുന്ന ദൂരമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം റൂട്ടിൽ നിന്നും കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് കോട്ടപ്പുറം സിഗ്നലുണ്ട്, അല്ലെങ്കിൽ ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും പടിഞ്ഞാറേ സർവീസ് റോഡിലോട്ട് കയറിക്കഴിഞ്ഞ് ഒരു 200 മീറ്റർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇടത് ഭാഗത്തായിട്ട് നല്ലൊരു തമിഴ്നാട് ശൈലിയിലുള്ള ഒരു അമ്പലം കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഒരു പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ ഉണ്ട്. അപ്പോൾ പലർക്കും അതറിയില്ല. അപ്പോൾ കൊച്ചിയിലുള്ള കൊങ്ങിണി വിഭാഗത്തിനൊക്കെ ഇതറിയാം. അപ്പോൾ അവരൊക്കെ ഇവിടെ ദർശനത്തിന് എത്താറുണ്ട്. അപ്പോൾ തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഒരു പ്രതിഷ്ഠയുള്ള അമ്പലം, തമിഴ്നാട് ശൈലിയിലുള്ള അമ്പലം കാണാം. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഗ്രാമീണ പ്രദേശത്ത് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ അമ്പലം ഉള്ളത്. തൊട്ട് മുന്നിൽ തന്നെ നല്ലൊരു അരയാൽമരമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് കാണാം. മാത്രമല്ല അവിടെ ആരോട് ചോദിച്ചാൽ, ബസ്സിന് വരുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കോട്ടപ്പുറം സിഗ്നലിലോ തൊട്ടടുത്ത ഇതായ കീഴ്ത്തളിയിലോ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരാവുന്ന ദൂരമേ ഉള്ളൂ. അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, താഴെ ശിവൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് വലം വെക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഒരു ക്ഷേത്രനഗരിയാണ്, ശരിക്കും ചരിത്രപരമായി ക്ഷേത്രനഗരിയാണ് കൊടുങ്ങല്ലൂർ. അവിടെ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള അമ്പലങ്ങളുണ്ട്, കൊടുങ്ങല്ലൂർ അമ്പലം മാത്രമല്ല. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുക. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഈ അമ്പലം മൊത്തം കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള തൃക്കുലശേഖരപുരം ശ്രീനിവാസപെരുമാൾ കുലശേഖര ആഴ്വാർ ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.